നിങ്ങളുടെ മനഃശാന്തിയെ ഒന്നും തകർക്കാത്ത അധിക്ഷേപങ്ങളോ വെല്ലുവിളികളോ ചുറ്റുമുള്ള കോലാഹലങ്ങളോ നിങ്ങളെ ബാധിക്കാത്ത ഒരു ജീവിതം സങ്കല്പിച്ചു നോക്കൂ. അതെത്രമാത്രം ശക്തമായിരിക്കും. ഇന്ന് ഈ ശാന്തമായ മാനസികാവസ്ഥ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 10 ബുദ്ധമത തത്വങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നു. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ശാന്തി ഉള്ളിൽ നിന്നാണ് വരുന്നത്, അത് പുറത്തു തേടരുത്. ഈ ആന്തരിക സങ്കേതം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. തത്വം 1. അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും. ബുദ്ധമതത്തിൽ നമ്മൾ പഠിക്കുന്നത്, അധിക്ഷേപങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും നമ്മൾ ശക്തി കൊടുക്കുമ്പോൾ മാത്രമേ അവയ്ക്ക് നമ്മളെ വേദനിപ്പിക്കാൻ കഴിയൂ എന്നാണ്. ഒരു കുളം സങ്കൽപ്പിക്കുക. ഒരാൾ അതിലേക്ക് ഒരു കല്ലെറിയുന്നു. വെള്ളത്തിൽ ഓളങ്ങളുണ്ടാകുന്നു, പക്ഷെ ക്രമേണ അത് ശാന്തമാകും. അതുപോലെ ഒരാൾ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മുടെ മനഃശാന്തിയെ ഒരു നിമിഷത്തേക്ക് അലോസരപ്പെടുത്തിയേക്കാം. പക്ഷേ നമുക്കത് വിട്ടുകളഞ്ഞ് ശാന്തമായ അവസ്ഥയിലേക്ക് മടങ്ങാൻ തിരഞ്ഞെടുക്കാം. ബുദ്ധൻ പറഞ്ഞു, ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് വിഷം കുടിച്ച് മറ്റേയാൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ഇതിനർത്ഥം നമ്മൾ ദേഷ്യത്തെയും വിദ്വേഷത്തെയും മുറുകെ പിടിക്കുമ്പോൾ അത് നമ്മളെയാണ് വേദനിപ്പിക്കുന്നത്, അധിക്ഷേപിച്ച ആളിനെയല്ല. അവരുടെ വാക്കുകൾ പലപ്പോഴും അവരുടെ സ്വന്തം പ്രശ്നങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, നമ്മുടേതല്ല. മറ്റുള്ളവരുടെ വാക്കുകൾ അവരുടെ മാനസികാവസ്ഥയെയാണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് അവരുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ബാധിക്കാൻ അനുവദിക്കാതെ സഹാനുഭൂതിയോടെ പ്രതികരിക്കാൻ കഴിയും. അങ്ങനെ ഓളങ്ങൾ അടങ്ങിയ കുളം പോലെ നമ്മൾ ശാന്തമായി നിലകൊള്ളുന്നു. തത്വം 2. എല്ലാവരെയും ഒരു അധ്യാപകനായി കാണുക. ബുദ്ധമതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും ഒരു അധ്യാപകനായി കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിനർത്ഥം നമുക്ക് സന്തോഷം നൽകുന്നവരും വെല്ലുവിളികൾ നൽകുന്നവരും ഉൾപ്പെടെ എല്ലാവർക്കും നമ്മളെ പഠിപ്പിക്കാൻ വിലയേറിയ എന്തെങ്കിലുമുണ്ടെന്നാണ്. ബുദ്ധൻ പഠിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും ശ്രദ്ധിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയും ശ്രദ്ധിക്കുന്നു. ഈ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് പ്രതികൂല അനുഭവങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ നമ്മളോട് ദയയില്ലാതെ പെരുമാറിയാൽ നമുക്ക് ക്ഷമയും സഹാനുഭൂതിയും പഠിക്കാം. മറ്റുള്ളവരെ നമ്മുടെ അധ്യാപകരായി കാണുന്നത് നമ്മുടെ മനസ്സിനെ തുറന്നിടാനും നെഗറ്റീവ് ചിന്തകളെ ബാധിക്കാൻ അനുവദിക്കാതെയിരിക്കാനും സഹായിക്കുന്നു. ഓരോ ഇടപെടലും പഠിക്കാനും വളരാനുമുള്ള ഒരവസരമായി മാറുന്നു. ഇത് നമ്മളെ ശക്തമായി നിലനിർത്തുന്നു. തത്വം 3. അസൂയയെ അനുകരണമാക്കി മാറ്റുക. അസൂയപ്പെടുന്നതിന് പകരം അസൂയയെ അനുകരണമാക്കി മാറ്റാൻ ബുദ്ധമതം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരാൾ വിജയിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾക്കിഷ്ടമുള്ള ഗുണങ്ങളുള്ളതോ കാണുമ്പോൾ അസൂയപ്പെടുന്നതിന് പകരം നമുക്ക് പ്രചോദിതരാകാൻ തിരഞ്ഞെടുക്കാം. ബുദ്ധൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളിൽ അസൂയപ്പെടരുത്, മറിച്ച് അത് കണ്ട് പ്രചോദിതരായി നിങ്ങളും ആ ഗുണങ്ങൾ സ്വീകരിക്കുക. നമുക്ക് നമ്മളെക്കുറിച്ച് മോശം തോന്നുന്നതിന് പകരം മറ്റുള്ളവരുടെ വിജയം നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ള പ്രചോദനമായി ഉപയോഗിക്കാം. അവരെ ആദരിച്ചും അവരിൽ നിന്ന് പഠിച്ചും താരതമ്യങ്ങളും നെഗറ്റീവ് ചിന്തകളും നമ്മളെ ബാധിക്കാതെ നമുക്ക് വളരാനും മെച്ചപ്പെടാനും കഴിയും. അസൂയയെ അനുകരണമാക്കി മാറ്റുന്നത് നമ്മളെ പോസിറ്റീവും നമ്മുടെ സ്വന്തം പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. തത്വം 4. നിങ്ങളോട് കടുപ്പമായിരിക്കുക. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെയും നമ്മളോട് കടുപ്പമുള്ളവരായിരിക്കാനും അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകളോട് സഹാനുഭൂതിയോടെ പെരുമാറാനും ബുദ്ധമതം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിനർത്ഥം നമ്മൾ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എന്നാൽ മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ല. ബുദ്ധൻ പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ മറ്റാരെപ്പോലെയും നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും അർഹനാണ്. നമ്മളോട് കടുപ്പമായിരിക്കുന്നത് നമ്മുടെ സ്വന്തം വളർച്ചയിലും പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇത് കൂടുതൽ അച്ചടക്കവും ആത്മാഭിമാനവും വളർത്തുന്നു. അതേസമയം മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നത് എല്ലാവരും അവരവരുടെ യാത്രയിലാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഈ സന്തുലിതമായ സമീപനം വ്യക്തിപരമായ വളർച്ചയും മറ്റുള്ളവരുമായുള്ള മികച്ച ബന്ധങ്ങളും വളർത്തുന്നു. ഈ തത്വം പരിശീലിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ പ്രവൃത്തികളോ തെറ്റുകളോ നമ്മളെ ബാധിക്കാതെ ശാന്തമായിരിക്കാൻ നമുക്ക് സാധിക്കും. തത്വം 5. ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും നമ്മളെ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നു. ഇതിനർത്ഥം മറ്റുള്ളവരുടെ പ്രവൃത്തികൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ബുദ്ധൻ പറഞ്ഞത്, ആരും നമ്മളെ രക്ഷിക്കുന്നില്ല, നമ്മളല്ലാതെ. ആർക്കും അതിന് കഴിയില്ല. ആരും അതിന് മുതിരരുത്. നമ്മൾ തന്നെ ആ പാതയിലൂടെ നടക്കണം. നമ്മൾ ആന്തരിക സമാധാനവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള ദോഷങ്ങളിൽ നിന്ന് നമ്മൾ ശക്തരായി നിലകൊള്ളുന്നു. ഒരു ശക്തമായ കാറ്റിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മരം സങ്കല്പിക്കുക. അത് വളഞ്ഞേക്കാം, പക്ഷേ ഒടിയുന്നില്ല. അതുപോലെ ആന്തരിക ശക്തി വളർത്തുന്നതിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ആഴത്തിൽ ബാധിക്കാതെ നേരിടാൻ നമുക്ക് കഴിയും. ഈ തത്വം നമ്മളുടെ വേദനയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ സ്വന്തം ക്ഷേമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ധ്യാനം, ബോധപൂർവം ഇരിക്കുക, ആത്മപരിശോധന എന്നിവയിലൂടെ നമ്മുടെ ആന്തരിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ ശാന്തമായി നിലകൊള്ളുകയും പുറത്തുനിന്നുള്ള നെഗറ്റീവ് ചിന്തകൾക്ക് എളുപ്പത്തിൽ ഇരയാകാതെയും ഇരിക്കും. തത്വം 6. അംഗീകരിക്കാനുള്ള ശക്തി. അംഗീകരിക്കുക എന്നത് ബുദ്ധമതത്തിലെ ഒരു ശക്തമായ ഉപകരണമാണ്.
ഇത് പ്രതിരോധമോ വിധിന്യായമോ ഇല്ലാതെ കാര്യങ്ങളെ ഉള്ളതുപോലെ സ്വീകരിക്കുന്നതാണ്. ബുദ്ധൻ പഠിപ്പിച്ചത് ഉള്ളത് അംഗീകരിക്കുക, പോയത് വിട്ടുകളയുക, വരാനുള്ളതിൽ വിശ്വസിക്കുക. സാഹചര്യങ്ങളെയും ആളുകളെയും ഉള്ളതുപോലെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിനതീതമായ കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നതിലുള്ള വേദനയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നു. ഇത് നമ്മളെ നിഷ്ക്രിയരാക്കുന്നില്ല, മറിച്ച് ഇത് വർത്തമാന നിമിഷത്തെ അംഗീകരിക്കാനും വ്യക്തതയോടും വിവേകത്തോടും കൂടി പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നു. അംഗീകരിക്കാൻ പഠിക്കുന്നത് നമ്മുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിൽ പാഴാക്കാതെ. ഒരു നദിയിലെ വഞ്ചിയിലിരിക്കുമ്പോൾ ഒഴുക്കിനെതിരെ തുഴയാൻ ശ്രമിക്കുന്നത് നിങ്ങളെ തളർത്തും. എന്നാൽ ഒഴുക്കിനൊപ്പം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. അതുപോലെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ അംഗീകരിക്കുന്നതിലൂടെ നമുക്ക് വെല്ലുവിളികളെ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. അംഗീകരിക്കാനുള്ള പരിശീലനം അനുകമ്പയും മനസ്സിലാക്കലും വളർത്തുന്നു. നമ്മൾ മറ്റുള്ളവരെ അവരുടെ കുറവുകളോടെയും അംഗീകരിക്കുമ്പോൾ നമ്മൾ ശക്തമായ കൂടുതൽ സഹാനുഭൂതിയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അംഗീകരിക്കുന്നത് പുരോഗതിക്ക് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇത് സമാധാനത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ഒരു സ്ഥാനത്ത് നിന്ന് അങ്ങനെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. വർത്തമാന നിമിഷത്തെ അംഗീകരിച്ച് പ്രതിരോധം വിട്ടുകളയുന്നതിലൂടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മളെ ബാധിക്കാതെ നമുക്ക് ശാന്തതയും സന്തോഷവും നിലനിർത്താൻ കഴിയും. തത്വം 7. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക. പ്രകൃതിയും അതിന്റെ താളങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്നത് നമ്മളെ നിലനിർത്താൻ സഹായിക്കുന്നു. ബുദ്ധൻ പറഞ്ഞത്, ഒരു മെഴുകുതിരിക്ക് തീയില്ലാതെ കത്താൻ കഴിയാത്തതുപോലെ മനുഷ്യന് ഒരു ആത്മീയ ജീവിതമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഈ തത്വം നമ്മുടെ ജീവിതം പ്രകൃതി ലോകത്തോടും അതിന്റെ ചാക്രികതയോടും ഒത്തുചേർക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പരബന്ധം നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ചുറ്റുമുള്ള സൗന്ദര്യത്തെയും സന്തുലിതാവസ്ഥയെയും വിലമതിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മാറുന്ന ഋതുക്കൾ നമ്മളെ വളർച്ച, ക്ഷയം, പുനരുജ്ജീവനം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. മാറ്റം ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സൂര്യോദയത്തിൽ ഉണരുകയും അസ്തമിക്കുമ്പോൾ വിശ്രമിക്കുകയും ചെയ്യുന്നത് പോലുള്ള പ്രകൃതിപരമായ താളങ്ങൾ പിന്തുടരുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. പ്രകൃതിയുമായുള്ള ഈ ഒത്തുചേരൽ നമ്മളെ കൂടുതൽ സന്തുലിതരാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് ആരോഗ്യകരമായ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ബോധപൂർവമായ പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നത് പരിസ്ഥിതിയെ ബഹുമാനിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ഭൂമിയോടുള്ള ഉത്തരവാദിത്വ ബോധം വളർത്തുന്നു. പ്രകൃതിയുടെ ലാളിത്യവും വിവേകവും സ്വീകരിക്കുന്നത് ആധുനിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നു. കൂടുതൽ സമാധാനപരമായ ജീവിതം നയിക്കാൻ വഴിയൊരുക്കുന്നു. തത്വം 8. ധാർമ്മിക ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധാർമ്മിക ജീവിതം ബുദ്ധമതത്തിന്റെ കേന്ദ്രമാണ്. ബുദ്ധൻ പഠിപ്പിച്ചത്, മനസ്സാണ് എല്ലാം, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ മാറുന്നു. ഈ തത്വം നമ്മുടെ ചിന്തകളുടെയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന്റെയും ശക്തിയെ ഊന്നിപ്പറയുന്നു. ബുദ്ധമതത്തിൽ ധാർമ്മിക ജീവിതത്തിൽ സത്യസന്ധത, അനുകമ്പ, എല്ലാ ജീവജാലങ്ങളോടുമുള്ള ബഹുമാനം എന്നിവ ഉൾപ്പെടുന്നു. നമ്മുടെ പ്രവർത്തികൾക്കും വാക്കുകൾക്കും ചിന്തകൾക്കും അനന്തരഫലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. കർമ്മനിയമത്തിൽ ഇത് സംഗ്രഹിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ പ്രവർത്തികൾ പല രൂപങ്ങളിൽ നമ്മളിലേക്ക് തിരികെ വരുമെന്ന് പഠിപ്പിക്കുന്നു. ശരിയായ പ്രവർത്തികളിലും ധാർമ്മിക സ്വഭാവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അടിത്തറ നമ്മൾ നിർമ്മിക്കുന്നു. ഇതിനർത്ഥം നമ്മുടെ വാക്കുകളിൽ സത്യസന്ധതയും പ്രവർത്തികളിൽ ദയയും മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിൽ നീതിയും പാലിക്കുക എന്നതാണ്. നമ്മൾ ധാർമ്മികമായി ജീവിക്കുമ്പോൾ നമ്മൾ നല്ല കർമ്മമുണ്ടാക്കുന്നു. അത് കൂടുതൽ സമാധാനപരവും യോജിപ്പുള്ളതുമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഉദാഹരണത്തിന്, സത്യസന്ധത പാലിക്കുന്നത് വിശ്വാസവും വിശ്വസനീയതയും വർദ്ധിപ്പിക്കുന്നു. ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ദയയും അനുകമ്പയും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കുന്നത് ലോകവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും യോജിപ്പുള്ള സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ധാർമ്മിക ജീവിതം നമ്മളെ മനസാക്ഷിക്കുത്ത്, പശ്ചാത്താപം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മൂല്യങ്ങളുമായി യോജിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നില്ലെന്നും ഉറപ്പുവരുത്തുന്നു. ധാർമ്മിക ജീവിതത്തിൽ സ്വയം അച്ചടക്കവും നിയന്ത്രണവും ആവശ്യമാണ്. സത്യസന്ധതയില്ലായ്മ അല്ലെങ്കിൽ ദോഷം വരുത്തുന്നത് പോലുള്ള ദുരിതത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാൻ ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നു. സ്വയം നിയന്ത്രിക്കുന്നതിലൂടെയും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും നമ്മുടെ ധാർമ്മിക സ്വഭാവവും പ്രതിരോധശേഷിയും വർദ്ധിക്കുന്നു. ധാർമ്മിക ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മളെ സമാധാനത്തിന്റെയും യോജിപ്പിന്റെയും ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മളെ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ പോസിറ്റീവായി സ്വാധീനിക്കാൻ നമ്മളെ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ തത്വങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നമ്മൾ വിവേകത്തിലും അനുകമ്പയിലും വളരുന്നു. മറ്റുള്ളവർക്ക് പ്രചോദനവും പിന്തുണയും നൽകുന്ന ഒരു ഉറവിടമായി മാറുന്നു. നമ്മുടെ ധാർമ്മികമായ പെരുമാറ്റം ഒരു മാതൃക വയ്ക്കുന്നു.
ധാർമ്മിക ജീവിതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ധാർമ്മിക ബോധത്തെ ശക്തിപ്പെടുത്തുന്നു, പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ശരിയായ തീരുമാനങ്ങളെടുക്കാൻ നമ്മളെ നയിക്കുന്നു. തത്വം 9. നന്ദി പരിശീലിക്കുക. നന്ദി പരിശീലിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ കഴിയുന്ന ഒരു ശക്തമായ തത്വമാണ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിലോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നന്ദി നമ്മുടെ ശ്രദ്ധ നമുക്കിപ്പോഴുള്ള കാര്യങ്ങളിലേക്കും നല്ല കാര്യങ്ങളിലേക്കും മാറ്റുന്നു. ഈ ലളിതമായ മാറ്റം നമ്മുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമം വളരെയധികം മെച്ചപ്പെടുത്തും. ബുദ്ധൻ നന്ദിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം, കാരണം ഇന്ന് നമ്മൾ ഒരുപാട് പഠിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചു. നന്ദി പരിശീലിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും വിലമതിക്കാനും നമ്മളെ സഹായിക്കുന്നു. ഇത് ഒരു മനോഹരമായ സൂര്യോദയം ആസ്വദിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, പ്രിയപ്പെട്ടവരിൽ നിന്ന് പിന്തുണ നേടുക, അല്ലെങ്കിൽ ഒരു ചൂടുള്ള വീട്ടിൽ ആശ്വാസം കണ്ടെത്തുക എന്നിവയാകാം. ഈ സന്തോഷ നിമിഷങ്ങൾ അംഗീകരിക്കുന്നതിലൂടെയും അവയ്ക്ക് നന്ദി പറയുന്നതിലൂടെയും ജീവിതത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് നമ്മൾ വളർത്തുന്നു. നന്ദി നെഗറ്റീവ് ചിന്തകൾക്കും സമ്മർദ്ദത്തിനുമെതിരെയുള്ള ഒരു കവചമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങളിൽ മുഴുകാനുള്ള സാധ്യത കുറവാണ്. നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് നമ്മൾ നന്ദി കാണിക്കുമ്പോൾ അത് പരസ്പര ബഹുമാനവും ബന്ധവും വളർത്തുന്നു. നന്ദി നമ്മുടെ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ലളിതവും ഫലപ്രദവുമാകാം. ചിലർക്കൊരു നന്ദി ഡയറി സൂക്ഷിക്കുന്നത് സഹായകമാണ്. അതിൽ അവർ ഓരോ ദിവസവും നന്ദിയുള്ള ചില കാര്യങ്ങൾ എഴുതുന്നു. ഈ പരിശീലനം നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്നു, നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഉള്ള കാര്യങ്ങളിലേക്ക് മാറ്റുന്നു. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നന്ദി പരിശീലിക്കുന്നത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും നന്ദിയുള്ള കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാഴ്ചപ്പാട് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നു, കഠിനമായ സാഹചര്യങ്ങളെ കൂടുതൽ പ്രതിരോധശേഷിയോടെ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കാൾ ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ജീവിതം ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ പോലും നമുക്ക് സമാധാനവും സംതൃപ്തിയും നിലനിർത്താൻ കഴിയും. നന്ദി ഒരു ശക്തമായ ഉപകരണമാണ്. അത് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കാനും കഴിയും. തത്വം 10. പ്രക്രിയയിൽ വിശ്വസിക്കുക. നിയന്ത്രിക്കാനുള്ള ആഗ്രഹം വിട്ടുകളയുക. എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ആവശ്യം വിട്ടുകളയുന്നത് ഒരു അടിസ്ഥാന ബുദ്ധമത തത്വമാണ്. ബുദ്ധൻ പഠിപ്പിച്ചത് ദുരിതത്തിന്റെ മൂലകാരണം ആസക്തിയാണ് എന്നാണ്. ഇതിനർത്ഥം ചില ഫലങ്ങളോടോ ആളുകളോടോ അല്ലെങ്കിൽ കാര്യങ്ങളോടോ മുറുകെ പിടിക്കാനുള്ള നമ്മുടെ ആഗ്രഹം പലപ്പോഴും നമ്മുടെ സ്വന്തം ദുരിതത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ കൃത്യമായ ഫലങ്ങളിലോ കർശനമായ പ്രതീക്ഷകളിലോ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ നിരാശയ്ക്കും സമ്മർദ്ദത്തിനും വഴിയൊരുക്കുന്നു. ജീവിതത്തിന്റെ ഒഴുക്കിന് കീഴടങ്ങുന്നതിലൂടെ കാര്യങ്ങൾ അവയുടെ വഴിയെ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുന്നു, അതിനെ നിർബന്ധിച്ചു മാറ്റാൻ ശ്രമിക്കാതെ. പ്രക്രിയയിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം കാര്യങ്ങൾ അവ ഉദ്ദേശിച്ചതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക എന്നതാണ്. നമ്മളൊരു നദിയിലാണെന്ന് സങ്കല്പിക്കുക. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ നിങ്ങൾ തളർന്നു പോകും, പക്ഷേ ഒഴുക്കിനൊപ്പം പോവുകയാണെങ്കിൽ നിങ്ങൾ സുഗമമായി നീങ്ങുന്നു. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ചെറുത്തു നിൽക്കുന്നത് നിർത്തി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് സമാധാനവും ശാന്തതയും കണ്ടെത്തുന്നു. ഈ വിട്ടുകളയിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രയോഗിക്കാം. ഉദാഹരണത്തിന് ബന്ധങ്ങൾ, കരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ വെല്ലുവിളികൾ. ഉദാഹരണത്തിന് ബന്ധങ്ങളിൽ മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നോ സാഹചര്യങ്ങൾ എങ്ങനെ സംഭവിക്കണമെന്നോ നിയന്ത്രിക്കാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തതുപോലെ പോകാത്തപ്പോൾ ഇത് നിരാശയിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചേക്കാം. വിട്ടുകളയുന്നതിലൂടെ ആളുകളെ അവർ ആരാണോ അങ്ങനെ അംഗീകരിക്കാനും ബന്ധങ്ങൾ സ്വാഭാവികമായി വികസിക്കാൻ അനുവദിക്കാനും നമുക്ക് കഴിയും. പ്രക്രിയയിൽ വിശ്വസിക്കുന്നതിൽ ക്ഷമയും വിശ്വാസവും വളർത്തുക എന്നതും ഉൾപ്പെടുന്നു. ജീവിതത്തിന് അതിൻ്റെതായ സമയവും താളവുമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആസക്തികളും പ്രതീക്ഷകളും വിട്ടുകളയുന്നതിലൂടെ നമ്മൾ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ശാന്തമായി നേരിടുന്നു. വിട്ടുകളയുക എന്നത് ഒരു ഒറ്റത്തവണ സംഭവമല്ല, മറിച്ച് ഒരു തുടർച്ചയായ പരിശീലനമാണെന്ന് ഓർക്കുക. ബുദ്ധൻ പറഞ്ഞതുപോലെ നിങ്ങൾ മുറുകെ പിടിക്കുന്നതെന്തും നിങ്ങൾക്ക് നഷ്ടമാകും. പ്രക്രിയയിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമാധാനവും ആന്തരിക സമാധാനവും കണ്ടെത്താം. ചുറ്റുമുള്ള ലോകം എത്രമാത്രം പ്രക്ഷുബ്ധമാണെങ്കിലും ഈ തത്വം സ്വീകരിക്കുന്നത് ജീവിതം സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ 10 ബുദ്ധമത തത്വങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് പുറത്തുനിന്നുള്ള സ്വാധീനങ്ങളാൽ നമ്മൾ ബാധിക്കപ്പെടാത്ത ഒരു മാനസികാവസ്ഥ വളർത്താൻ സഹായിക്കുന്നു. യഥാർത്ഥ സമാധാനം ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്നോർക്കുക. കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും മറക്കരുത്.